മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞാൻ ചോദിച്ചോട്ടെ, ആ മോദിയെയും അമിത്ഷായെയും കണ്ടതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ അത് തെറ്റ്. ഞങ്ങൾ ഇടുമ്പോൾ വള്ളി നിക്കറും, നിങ്ങൾ ഇടുമ്പോൾ അത് ബർമൂഡയും. അതേ ഞങ്ങൾ വിമർശിക്കുന്നുള്ളൂ. ചാത്തന്നൂരിൽ നിന്ന് നിയമസഭയിലെത്തിയ BJP നേതാവ്, BJP MLA BB ഗോപകുമാർ, അദ്ദേഹം BJPയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ്. അതിനു മുമ്പ് അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവായിരുന്നു, DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. നിയമസഭയ്ക്കകത്ത് ഇക്കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഭരണപക്ഷത്ത് നിശബ്ദത, ഒന്നും പറയാനില്ല. KU ജനീഷ് കുമാറിൻ്റെ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. ഒരു മാസത്തിനിടെ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഘപരിവാറിന് വേണ്ടി സർക്കാർ നടത്തിയ ഓരോ നീക്കങ്ങളും എണ്ണി എണ്ണി പറയുന്നതായിരുന്നു പ്രസംഗം. കേൾക്കാം നമുക്ക് കേൾക്കേണ്ട പ്രസംഗം. ശ്രീ KU ജനീഷ് കുമാർ 8 മിനിറ്റ്. KU ജനീഷ് കുമാർ 8 മിനിറ്റ്. സാർ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് സാർ. ഈ പ്രതിപക്ഷ നിരയിലെ അംഗങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ പരാജയപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. സർ, കഴിഞ്ഞ 2 തവണയായി ഞങ്ങളായിരുന്നു വിജയിച്ചത്. ഇത്തവണ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല വിജയിച്ചത്. ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ മാത്രമല്ല പരാജയപ്പെട്ടത്, ഒപ്പം കേരളത്തിൻ്റെ മതനിരപേക്ഷത കൂടിയാണ് പരാജയപ്പെടുന്നത്. BJPയുടെ 3 അംഗങ്ങൾ ഈ സഭയിലെത്തി. 3 അംഗങ്ങൾ ഈ സഭയിലെത്തുമ്പോൾ ആരുടെ സഹായത്താലാണ് അവർ എത്തിയത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാവും. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച 9600ഓളം വോട്ടുകൾ UDFന്റെ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോഴും എന്തുകൊണ്ട് ശബരിനാഥിന് ലഭിക്കാതെ പോയി എന്ന് നിങ്ങൾ പരിശോധിക്കപ്പെടണം. ഇവിടെ കോഴിക്കോട് അംഗം പറയുന്നു, കോഴിക്കോട് അംഗം പറഞ്ഞു ഞങ്ങളുടെ ആളുകളെല്ലാം സംഘപരിവാറിലേക്ക് പോകുന്നു. എവിടുന്ന് കിട്ടിയ അറിവാ? ഇന്ത്യയിൽ 10 മുഖ്യമന്ത്രിമാർ, ഈ BJP അധികാരത്തിൽ വന്നതിന് ശേഷം 10 പേർ മുഖ്യമന്ത്രിമാർ, 10 പേർ BJPയിൽ പോയി. വേണ്ട, ഇവിടെ നിങ്ങൾ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ ചാത്തന്നൂരിൽ നിന്നുള്ള അംഗം പേര് BB ഗോപകുമാർ ഞങ്ങൾക്കെതിരെ രൂക്ഷമായി സംസാരിക്കുകയാണല്ലോ. ആര് നൽകിയ സംഭാവനയാ? നിങ്ങളല്ലേ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ചാത്തന്നൂരും കഴക്കൂട്ടും കഴിഞ്ഞ മിക്ക തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 3ാം സ്ഥാനത്തായിരുന്നു. അവിടെ 1ാം സ്ഥാനത്തിൽ LDF ആണ് 2ാം സ്ഥാനത്തേക്ക് പോയത്. സർ, ഞങ്ങൾക്കെതിരായി കേരളത്തിൽ ഒരു വികാരമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് UDFന് അനുകൂലമായ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ നടത്തിയ ഡീലിന്റെ കാര്യമാണ് പറയുന്നത്. ചാത്തന്നൂരിൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ആളാണ് ഇന്ന് BJPയുടെ പാർലമെന്റ് പാർട്ടി ലീഡറായി, DCC സെക്രട്ടറിയാണ് ഇന്ന്. ഇത് നിങ്ങളുടെ BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായി വന്നിരിക്കുന്നത്. സാർ, ഇത് ഡീലായിരുന്നു എന്ന് ആരോടും ചോദിക്കാതെ അറിയാം. ചരിത്രത്തിൽ ആദ്യമായി താമര ചിഹ്നം. സാർ, ഇങ്ങനെ നിരന്തരം ഇടപെടരുത്. ഞാൻ ആദരണീയനായ മന്ത്രി സംസാരിച്ചപ്പോൾ ഞാൻ വഴങ്ങി. നമ്മുടെ BJPയുടെ താമര ചിഹ്നത്തിൽ, ആ ചിഹ്നം തന്നെ കേരളത്തിലെ 19 മണ്ഡലത്തിൽ ഒഴിവാക്കി കൊടുത്തു. നിങ്ങൾ പരിശോധിച്ചോ, തൃക്കരിപ്പൂർ മുതൽ പത്തനാപുരം വരെയുള്ള 19 മണ്ഡലത്തിൽ ആർക്കാണ് സഹായം ലഭിച്ചത്? വേണ്ട, ഇതെല്ലാം പോവട്ടെ. സാർ, ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്. അതെല്ലാം പോവട്ടെ. ശരി, ഞാൻ അത് അവസാനിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സ്വാതന്ത്ര്യ സമര ചരിത്രവും എല്ലാം പഠിപ്പിക്കാൻ വരികയാണല്ലോ. ഞാൻ അതിലേക്ക് വരാം. എന്തിനാ ഇവിടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത
മംഗലാപുരം യാത്ര. സാർ എന്തിനാണ് സാർ അവിടെ NDA നേതാവിന്റെ വീട്ടിൽ പോയി അദാനി ഗ്രൂപ്പ് ചെയർമാനുമായിട്ടുള്ള രഹസ്യ ഗൂഢാലോചന? സാർ ഇവിടെ പിണറായി വിജയൻ എങ്ങാണമായിരുന്നു ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതിൽ എന്താകുമായിരുന്നു അവസ്ഥ? സാർ അത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ്, സത്യപ്രതിജ്ഞ ദിനം, വന്ദേമാതരം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഇവിടെ സംസാരിച്ചു, ഒരാൾ അതിനെതിരെ സംസാരിച്ചോ? നയപ്രഖ്യാപന പ്രസംഗം ഒരാൾ സംസാരിച്ചോ? ഒന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട ലീഗ് സ്നേഹിതരെ, അത് മുഹമ്മദ് റിയാസ് വിമർശിച്ചതുകൊണ്ട് മാത്രം കോഴിക്കോട്ടങ്ങാടിയിൽ മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചപ്പോഴെങ്കിലും ഒരു വാക്ക് പറയേണ്ടിയിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുക്കള മുറ്റത്ത് അയൽക്കാരനെ മാത്രമേ കടിക്കൂ എന്ന ധാരണയിൽ നിങ്ങൾ അണലിയെ വളർത്തരുത്. ഒരു നാൾ ആ അണലി നിങ്ങളുടെ കിടപ്പുമുറിയിലെത്തി നിങ്ങളെയും കടിക്കുമെന്ന് നിങ്ങൾ ഓർത്തോണം. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഗവർണർ ലോക്ഭവനിലേക്ക് പോകുന്നു. അവിടുത്തെ ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ, കേരളത്തിലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അറിയപ്പെടുന്ന സംഘി, ഞങ്ങൾ അയാളെ വിമർശിച്ചിട്ടുണ്ട്. സംഘപരിവാറിന്റെ അജണ്ട അവിടെ നടപ്പിലാക്കുന്ന ആള് പോയി കെട്ടിപ്പിടിച്ചില്ലേ മുഖ്യമന്ത്രി? ഞാൻ ആ കെട്ടിപ്പിടുത്തം മുമ്പ് കണ്ടത് കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന ടീം വിജയിക്കുമ്പോ അവരുടെ കളിക്കാർ തമ്മിൽ ആലിംഗനം ചെയ്യുമ്പോൾ ഒരേ കളി കളിച്ച് ജയിക്കുമ്പോ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, ഒരു സുഖമുണ്ടല്ലോ, അതായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. നിങ്ങൾ ഇത് നിർത്തിയോ? അതിനുശേഷം ആദ്യ ക്യാബിനറ്റ് യോഗം നിങ്ങൾ ചേർന്നില്ലേ? ആദ്യ ക്യാബിനറ്റിൽ അഡ്വക്കേറ്റ് ജനറലായി ആരെയാ നിശ്ചയിച്ചത്? ശ്രീ ജാജു ബാബു. ആരാ? ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമ ഉപദേഷ്ടാവായി നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുവാൻ ശ്രമിച്ചവർ. ഞാൻ ചോദിച്ച, കോൺഗ്രസ്സുകാരില്ലായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന വീശി വെട്ടുന്ന ജോർജ് പ്ലാന്തോട്ടമില്ലായിരുന്നോ? ആക്കിക്കൂടായിരുന്നോ? പൂന്തോട്ടം ഉണ്ടായിരുന്നല്ലോ. രത്തൻ കേൽക്കർ ഇലക്ഷൻ കമ്മീഷന്റെ അറിയിപ്പിൽ BJP സീലടിച്ചു കൊടുത്ത, അതിനെ ന്യായീകരിച്ച, SIR ഭാഗമായി നിരവധി ആളുകൾക്ക് വോട്ട് ചെയ്യുന്ന അവസരം നിഷേധിച്ച അദ്ദേഹത്തെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുമ്പോൾ ബംഗാളിലെ ഒരു നയം, ഇവിടെ വേറൊരു നയം. ലവ് ജിഹാദ് കേരളത്തിലും നടപ്പിലാക്കണം എന്ന് അഭിപ്രായം എഴുതിയ ആളെ നിങ്ങൾ എന്തു ചെയ്തു? മാധ്യമ ഉപദേഷ്ടാവാക്കി. മോദിയെ അമിത്ഷായെ ഒക്കെ പോയി കണ്ടു. അതിനുശേഷമാണ് പാണക്കാട്ട് തറവാട്ടിൽ പോയി തങ്ങളെ പോലും കാണുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം. ഞാൻ ചോദിച്ചോട്ടെ, ആ മോദിയെയും അമിത്ഷായെയും കണ്ടതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾ പോകുമ്പോ അത് തെറ്റ്. ഞങ്ങൾ ഇടുമ്പോ വള്ളി നിക്കറും, നിങ്ങൾ ഇടുമ്പോ അത് ബർമൂഡയും. അതേ ഞങ്ങൾ വിമർശിക്കുന്നുള്ളൂ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ഞങ്ങൾക്ക് എന്താ അതിര് തർക്കം വല്ലതും ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അതിര് തർക്കമില്ല. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ നല്ലൊരു സംഖ്യ ഇല്ലാത്തതിന്റെ ഭാഗമായി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചേഴ്സ് സംഘ് രൂപീകരിച്ച് അതിന്റെ പ്രസിഡന്റായിട്ടുള്ള ആളിനെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് പറയുവാൻ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ തീർന്നു എന്ന് പറയുന്നവരോട് ഒരു കവിത മാത്രം. കമ്മ്യൂണിസ്റ്റ് പച്ച. സാർ ഒരു മിനിറ്റ്. കാടെന്ന് പറഞ്ഞ് വെട്ടിക്കളയാറുണ്ട് പലരും, വളമില്ലാതെ വളരും, ഏതു മുറിവിനും മരുന്നാണ്, ഒരു തല വെട്ടിയാൽ ഇരുതലയായി വളരും, ഒന്നിച്ചു വളർന്നൊരു കോട്ടയായി നിൽക്കും, ഒരു പൂവിൽ നിന്ന് ഒരുപാട് ചെടികൾ ഉയരും, വേനലിൽ ഉണങ്ങുമെന്ന് കരുതും, നിറം പോകും, ഒരു തുള്ളി മഴ മതി ആ കമ്മ്യൂണിസ്റ്റ് പച്ചപ്പ് തിരിച്ചു വരാൻ. ഞങ്ങൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഒരു കോട്ടയായി, കേരളത്തിന്റെ കാവലായി മതനിരപേക്ഷത
സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായി ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ നാളുകളിലും ഉരിശോടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. Yes, thank you.